നല്ല പടം. ഇഷ്ടപ്പെട്ട നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പടത്തിൽ. നന്നായി അടിപൊളിയായി. അവസാന രംഗം നല്ല ഏറ്റവും അവസാനത്തെ ഒരു ഇതുണ്ട്, മറ്റേ അവാർഡ് കിട്ടുക സൂര്യാൻ്റെ നല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മതപരമായിട്ടുള്ള പ്രശ്നം കൈകാര്യം ചെയ്യുന്ന വിഷയമായി കൂടിയപ്പോൾ നല്ല കാണാനും നല്ല രസമുണ്ടായിരുന്നു. നല്ല സന്ദേശം പടത്തിന്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയൊക്കെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് തമ്മിൽ അടുപ്പിക്കുന്ന ആൾക്കാരും അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആവശ്യകതയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം കൂടി ആകുമ്പോൾ വളരെ നന്നായി. നല്ല പടമാണ്. നല്ല പടമാണ്. ഒരു മെസ്സേജ് ഉണ്ട്. എവറിത്തിങ് ഈസ് ഫൈൻ. സ്ട്രോങ് മെസ്സേജാണ്. ഫസ്റ്റ് ഹാഫ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് കോമഡി. സെക്കൻഡ് ഹാഫ് ദർ ഇസ് എ സ്ട്രോങ് മെസ്സേജ്. ഇന്നത്തെ കാലഘട്ടത്തിന് അത്യാവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് നന്നായിരിക്കുന്നു. നിവിൻ പോളിയൊക്കെ നന്നായിരിക്കുന്നു. രേഷാനും നന്നായിരിക്കുന്നു. എവരിബഡി. പാകിസ്ഥാനി ക്യാരക്ടർ ഈസ് ഫാന്റാസ്റ്റിക്. കൊള്ളാം, നല്ല പടം. നിവിൻ പോളിയുടെ അടിപൊളിയാണ്. കുഴപ്പമില്ല. നിവിൻ പോളിയുടെ ചെറിയൊരു കമ്പാക്ക് എന്നാണ് പറയാം. സ്റ്റോറി ഒരു ശരിയായിട്ട് വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് തുടങ്ങിയ പോലെ അല്ലായിരുന്നു എൻഡിങ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. ഇല്ല അങ്ങനെ സ്റ്റോറി വലുതായിട്ട് പറയാനൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടമാണ്. മെസ്സേജ് ഇപ്പം ആവശ്യമില്ലാത്ത ഈ മതരാഷ്ട്രീയത്തെ പറ്റിയാണ് പറയുന്നത്. അത് കണ്ടിട്ട് ആർക്കെങ്കിലും തലക്കിച്ചിരി വിവരം വെക്കുന്നെങ്കിൽ നല്ലതായിരിക്കും. അതേ ഉള്ളൂ. എടുത്തു പറയുന്നതായിട്ട് വേറെ ഒന്നുമില്ല. ഇതാണ് പറയുന്നത്. കുഴപ്പമില്ല. ലൈക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ കുഴപ്പമില്ല. അത് ഭയങ്കരമായി നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പക്ഷേ കുഴപ്പമില്ല. അടിപൊളി, സൂപ്പർ. കൊള്ളാം. പ്രവാസികളുടെ ലൈഫും ഇതാക്കുന്നുണ്ട്. ടോട്ടലി നല്ല മൂവിയാണ്. അടിപൊളി, സൂപ്പർ കിടുക്ക്. നല്ല മൂവിയാണ്. എനിക്കിഷ്ടമായി. കൊള്ളാം, നല്ല പടം. നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരുപാടില്ല, എന്നാലും ഉണ്ട് കുറച്ച്. എടുത്തു പറയേണ്ടത് എന്തോന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. പടം നന്നായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അടിപൊളി പടമായിരുന്നു. നിവിൻ കുറേ നാളുകൾക്ക് ശേഷം വന്നപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ളതിൽ സൂപ്പർ അടിപൊളി പടം. അതിലെ ഡയലോഗും സെറ്റാണ്. പടം അടിപൊളി പടം. നിവിൻ പോളിയുടെ ഇത്രയും നാളത്തെ പടത്തിലേറ്റവും മെച്ചപ്പെട്ടൊരു പടം തന്നെയായിരുന്നു പറയാം. നല്ല പടം. നെഗറ്റീവായിട്ടുള്ളൊരിതില്ല, ലാഗില്ല. 2.5 മണിക്കൂർ പടം ഉണ്ടെങ്കിൽ ലാഗില്ല. നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളൊരു ബന്ധമില്ല. എടുത്തു പറയത്തക്ക രീതിയിൽ നിവിൻ പോളിയുടെ ആക്ടിങ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിൽ അത്ര ബെറ്റർ ആയിട്ട് തോന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ജസ്റ്റ് അമേസിങ്, അടിപൊളിയാണ്. ഭയങ്കര കോമഡി പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അങ്ങനെയല്ല മൂവി പോകുന്നത്. ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടിരിക്കണം. കോമഡി ഉണ്ട് കോമഡി ഇല്ല എന്നല്ല പറയുന്നത്, ഉണ്ട്. പക്ഷേ നമ്മൾ ട്രെയിലറെ കണ്ട പോലത്തെ അങ്ങനത്തെ സാധനമല്ല. എന്നാൽ വേറെ രീതിയിലാണ് മൂവി പോകുന്നത്. അല്ലാണ്ട് എനിക്ക് ആളുടെ നെയിം അറിയില്ല. ഒരു സെക്കൻഡ് ഹാഫിലൊരു പാകിസ്ഥാനി ക്യാരക്ടറായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ആൾ അഭിനയിച്ചിട്ടുള്ളത്. ധ്യാനും കുഴപ്പമില്ല. നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയൊരു മൂവി ഉണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷത്തിന് എത്ര വന്നിട്ടില്ല, എന്നാലും കൊള്ളാം. കൊള്ളാം. പടം അത്ര പോരാ. എന്തോ ഭയങ്കര ലാഗുണ്ട്. ഇത്ര പോരാന്നേ പറയാൻ പറ്റുള്ളൂ. നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. കൊള്ളാം. നല്ല സിനിമ. ഞാൻ റിവ്യൂ ഒക്കെ ഒരു കുറച്ച് ആവറേജ് ഒക്കെയാണ്. പക്ഷേ സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊളിറ്റിക്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു നിവിൻ പോളി കംബാക്ക് പോലെ തോന്നി. ധ്യാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ കൊള്ളായിരുന്നു. സൂപ്പർ ഫിലിം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം നല്ല ഫിലിം. മ്യൂസിക് സൂപ്പറായിരുന്നു. ഫസ്റ്റ് 2-3 സോങ്സ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഫിലിം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം ബ്രോ. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ വലിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. നന്നായിട്ടുണ്ട്.
കുഴപ്പമില്ല. ഗുഡായിരുന്നു, കുഴപ്പമില്ല. നിവിൻപോളി കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ടായിരുന്നു. പടം പകുതി വരെ വലിയ സുഖമില്ല, പകുതിക്ക് ശേഷം പടം കയറി ഇറച്ച് നല്ല പടം. എല്ലാം കൊള്ളാം. നിവിൻപോളിയൊക്കെ പൊളിയാണ്, ഒന്നും പറയില്ല. പക്ഷേ പകുതി വരെ നമ്മളെ ഇരുത്തി എന്താണ് കഥയെന്ന് മനസ്സിലായില്ല. അതൊരു നമ്മളെ ഇരുത്തി ബോറടിപ്പിച്ചു. അതിനുശേഷം കഥ അങ്ങ് വേറെ ലെവലായി മാറി. കൊള്ളാം. ഇപ്പോൾ വൺ ടൈം വാച്ചബിളാണ്, കണ്ടുകൊണ്ടിരിക്കുക. അത്രേ ഉള്ളൂ. കൂടുതൽ പെർഫോമൻസ് വൈസ് എല്ലാവരും കൊള്ളാം. പിന്നെ പ്രഡിക്റ്റബിൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി വർക്കായി വൺ ടൈം വാച്ച് ആ ഒരു ലെവലേ ഉള്ളൂ. കുറച്ച് സ്ഥലത്ത് പൊളിറ്റിക്സ് പറയാൻ വേണ്ടി എനിക്ക് ആ ഒരു മോഴിച്ചോട്ടലുണ്ടല്ലോ, അതേപോലെ ഒന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ജനഗണമന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തം ആ ഒരു ലെവലായി കൊള്ളത്തില്ല. കാര്യം കുറച്ച് ഡ്രാമ എലമെൻറ്റ്സ് ഇച്ചിരി കൂടുതലാണ്. അപ്പം എൻ്റർടൈനിങ് ആയിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് എൻ്റർടൈനിങ് അല്ല, ഇച്ചിരി ഡ്രാഗിങ് ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് എൻ്റർടൈനിങ് വാല്യൂസ് ഉണ്ടായിരുന്നു, കോമഡി ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോകപ്പോൾ ഡ്രാമ കൂടുതലായിരുന്നു. കുറച്ച് നല്ല പവർ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതെല്ലാം നന്നായിരുന്നു. പക്ഷേ അല്ലാണ്ട് നോക്കിയാൽ ഒരു ആവറേജ് സിനിമ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല. ലാഗിൻ്റെ അല്ല, വെറുതെ ചുമ്മാ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയൊക്കെ കുത്തിക്കയറ്റി. കൊള്ളാം. നല്ല പണം, വേറെ അത്യാവശ്യം കണ്ടിരിക്കുക. അത്രയ്ക്കൊന്നുമില്ല. പടം ഒരു വേള കാണാൻ കൊള്ളാം, നല്ലതാണ്. കുഴപ്പമില്ല. നിവിൻപോളി കൊള്ളാം, പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ശോകമായിരുന്നു. പടം സൂപ്പറായിട്ടുണ്ട്, നല്ല മൂവിങ്ങാണ്. എടുത്ത് പറയാനെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ടോ അതിൽ, കൊള്ളാം. നല്ല മെസ്സേജ് തരണം. സിനിമയിൽ നല്ല തന്നെ ഒരു കണ്ടന്റ് പറയണുണ്ട്. ഇപ്പം രാജ്യം അറിയേണ്ട ഒരു കണ്ടന്റാണ് ഇപ്പം നിലവിൽ പറഞ്ഞു പോണത്. സിനിമ ഡിജോ ജോസിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയോടെയാണ് വന്നത്. തന്നെ ഒരു കണ്ടന്റ് കാണുമെന്ന് 100% ഉറപ്പായിരുന്നു, അതിനൊപ്പം ഉണ്ടായിരുന്നു. നിവിൻപോളിയുടെ ആക്ടിങ് ഒരു തിരിച്ചു വരവ് തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 സിനിമയിൽ കണ്ട ക്ലീശ പരിപാടിയൊന്നുമില്ല. ഇതിലെ ആക്ടിങ് എന്താണ്, പഴയ നിവിനെ കണ്ടു, എന്നാൽ ഒരു നല്ല ആക്ടറിനെയും കണ്ടു. ധ്യാൻ കൊള്ളാം. ധ്യാൻ കുറച്ച് റോൾ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള റോൾ ധ്യാൻ കോമഡിയാക്കി കൊണ്ട് നല്ലൊരു റോളായിരുന്നു. കുഴപ്പമില്ല, നൈസാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കൊള്ളാം, നല്ല മൂവിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. നിവിൻപോളി കൊള്ളാം, നല്ല ആക്ടിങ് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. ധ്യാനും ഇതിൻ്റെ കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം.